ശബരിമല ശ്രീധർമ്മശാസ്താവിൻ്റെ അപൂർവ മഹത്വം ശ്രീകൃഷ്ണപ്പരുന്തിൻ്റെ സാമീപ്യം കൊണ്ട് വ്യക്തമാകും. അയ്യപ്പൻ്റെ പ്രധാന ചടങ്ങുകൾക്കെല്ലാം കൃഷ്ണപ്പരുന്തിൻ്റെ സാന്നിധ്യമുണ്ട്. പേട്ട തുള്ളുമ്പോഴും തിരുവാഭരണ യാത്രയിലും തിരുവുത്സവ ചടങ്ങുകളിലുമെല്ലാം ദേവസാന്നിധ്യം വിളിച്ചറിയിച്ച് കൃഷ്ണപ്പരുന്ത് പറന്നെത്തുന്നു. പ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളൽ അമ്പലപ്പുഴ സംഘം ആരംഭിക്കണമെങ്കിൽ കൃഷ്ണപ്പരുന്തെത്തണം. കൃഷ്ണപ്പരുന്തിനെ കാണാതെ അമ്പലപ്പുഴക്കാർ പേട്ടതുള്ളലിനായി ചുവടുവയ്ക്കില്ല. കാലങ്ങളായി ഇതിനൊരു മുടക്കവും സംഭവിച്ചിട്ടില്ല. സമയനിഷ്ഠ പാലിച്ച് എരുമേലി പേട്ടനാൾ കാത്തുനിൽക്കുന്ന ജനാവലിക്ക് മുകളിൽ കൃഷ്ണപ്പരുന്ത് വട്ടമിട്ട് പറക്കുന്നു. അമ്പലപ്പുഴ സംഘം കൃഷ്ണപ്പരുന്തിനെ കണ്ടു പേട്ട തുടങ്ങുമ്പോൾ ആലങ്ങാട്ട് സംഘം നട്ടുച്ചയ്ക്ക് നക്ഷത്രം ഉദിച്ചെങ്കിലേ പേട്ട തുള്ളാറുള്ളൂ. പന്തളം കൊട്ടാരത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന തിരുവാഭരണം എല്ലാ വർഷവും ധനുമാസം 26-നാണ് ആഘോഷപൂർവ്വം ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്നത്. വ്രതശുദ്ധിയോടെ തിരുവാഭരണ പേടകം ചുമലിലേറ്റുമ്പോൾ തന്നെ കൃഷ്ണപ്പരുന്ത് എത്തിയിരിക്കും. തിരുവാഭരണത്തോടൊപ്പം സന്നിധാനം വരെ പലപ്പോഴും കൃഷ്ണപ്പരുന്തിൻ്റെ സാമീപ്യം കാണാം. ശ്രീധർമ്മശാസ്താവിൻ്റെ തിരുവുത്സവ ചടങ്ങുകൾക്കും കൃഷ്ണപ്പരുന്തെത്തും. കൊടിയേറ്റിനും ആറാട്ടിനും കൃഷ്ണപ്പരുന്തിനെ കണ്ട് ഭക്തർ ആത്മനിർവൃതി നേടാറുണ്ട്. മകരസംക്രമ നാളിൽ ജനലക്ഷങ്ങൾ ജ്യോതിയെ ലക്ഷ്യമാക്കി ശരണം മുഴക്കുമ്പോഴും മാനത്ത് കൃഷ്ണപ്പരുന്തെത്തും. കലിയുഗവരദന്റെ ദിവ്യശക്തി ഭക്തന് കണ്ടറിയാനായി.